ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ വയനാട് കല്യാണത്തിൻ്റെ ബാക്കി വീഡിയോ ആണ്. കല്യാണ വീഡിയോസൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല, കാരണം എല്ലാവരും വീഡിയോ എടുക്കുന്നത് ഇഷ്ടമാവണമെന്നില്ലല്ലോ. അങ്ങനെ നല്ല പൊരിച്ച കോഴി ബിരിയാണി ആയിരുന്നു കേട്ടോ നമുക്ക് കല്യാണത്തിന് കഴിക്കാനുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പാട്ട് പാടിയവരുടെയൊക്കെ സൗണ്ടിൻ്റെ നമ്മളങ്ങോട്ട് ലയിച്ചിരുന്ന് പോകുന്ന പറയില്ലേ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നു. നമ്മളിതേ ഒരു വീട്ടിലാണ് കേട്ടോ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 2 ഫാമിലിക്കും കൂടി ഈ ഒരു വില്ലയാണ് തന്നിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഒരു കുഞ്ഞു വീടായിരുന്നേ. അങ്ങനെ ഞങ്ങളിതാ താഴോട്ട് ഇറങ്ങി വന്നിട്ട് എളാമാൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു കോഴി ഉണ്ടല്ലോ പാതിര കോഴിയാണെന്ന് തോന്നുന്നു, കാരണം ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളൊന്ന് മാനന്തവാടി ടൗണിലോട്ടൊന്ന് പോവാണ്. ഇവിടുന്ന് ഏകദേശം 10-22 കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു പെട്രോളൊക്കെ അടിക്കാൻ പോകണമെങ്കിൽ ഏകദേശം 13 കിലോമീറ്റർ പോകണമെന്നാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ നമ്മളൊരു പമ്പ് കണ്ടപ്പോൾ അവിടെ നിർത്തി പെട്രോളൊക്കെ അടിച്ച് അങ്ങനെ ടൗണിലെത്തിയ ശേഷം ഒരു കഫേ കയറിയിട്ട് ചായയും കടിയും കൂടി കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ആദ്യം ഇങ്ങനെ എല്ലാവരും ഓരോ കടിയൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ ഈ ഒരു സമൂസ ടേസ്റ്റ് ചെയ്തതിൽ പിന്നെ നമ്മളവിടെയുള്ള സമൂസ മൊത്തം വാങ്ങി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സമൂസൻ്റെ മസാലക്കൂട്ട്. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് പഴശ്ശി പാർക്കിലോട്ടാണ് കേട്ടോ പോയത്. കുട്ടികൾ കുറച്ച് നേരം കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കെന്തോ ഈ പാർക്കിൽ എന്താ പറയുക, എൻട്രി ഫീസ് കുറച്ച് അധികമാണോ എന്ന് തോന്നിപ്പോയി. അതെൻ്റെ മാത്രം തോന്നലായിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് നല്ല നെയ്പ്പത്തിലും മീൻ മുളകിട്ടൊക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി നമ്മൾ തിരിച്ച് തലശ്ശേരിയിലോട്ട് തന്നെ പോവുകയാണ് കേട്ടോ. അങ്ങനെ വയനാടിനോട് ടാറ്റ പറഞ്ഞ് നമ്മൾ പോയി. അപ്പോൾ ഓക്കെ, ബൈ ടാറ്റാ.